ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എജുബി. അപ്പോൾ SSC 2025 ഓൾമോസ്റ്റ് എക്സാംസ് കംപ്ലീറ്റ് ആയില്ലേ. ഇനിയുള്ളത് MTS എക്സാം ആണ്. അപ്പോൾ ഒരു SSC ആസ്പിരൻസിനെ സംബന്ധിച്ച് അവരുടെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് SSC CGL എക്സാമിന് വേണ്ടിയിട്ടാണ്, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായി. ഓൾമോസ്റ്റ് നമുക്ക് ഒരു ജനുവരി തൊട്ട് ഒരു ഓഗസ്റ്റ് വരെയുള്ള ടൈം നമുക്ക് കാണും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കണ്ടേ. എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ, എനി ഗ്രാജുവേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എനി ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ആണ് നിങ്ങൾക്ക് JSO, അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിൻ്റെ എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ എക്സാം. ഈ രണ്ട് എക്സാംസ് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റാണ്. അതായത് ഈ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് പേപ്പർ 2 എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. നമ്മുടെ ടയർ 2 എക്സാമിൻ്റെ കേസ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷൻസ് നിങ്ങൾക്ക് അവിടെ റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഏജ് ലിമിറ്റിൻ്റെ കേസ് വരികയാണെങ്കിൽ ആസിലേക്ക് എല്ലാത്തിനും ഉള്ളതുപോലെ 18 to 32 years ആണ് വരുന്നത്. ഇനി റിലാക്സേഷൻ വരും കേട്ടോ. OBCയുടെ കേസിലാണെങ്കിൽ 3 years, SCയുടെ കേസ് SC/STയുടെ കേസിലാണെങ്കിൽ 5 years, മറ്റ് റിലാക്സേഷൻസ് ഏജിൻ്റെ കേസിൽ. അപ്പോൾ ഇനി ഈ എക്സാമിന് എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മോസ്റ്റ്ലി 4 സെക്ഷൻസ് ആണുള്ളത്. ആദ്യത്തെ സെക്ഷൻ വരുന്നത് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തത് ജനറൽ അവയർനെസ്സിൻ്റെ കേസ്, 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാത്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഈച്ച് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്കാണ്. അപ്പോൾ ഒരു സെക്ഷന് നമുക്ക് 50 മാർക്ക് വരും. ടോട്ടൽ 200 മാർക്കിനാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള ടൈമിങ് 60 മിനിറ്റ് ആണ് ഉള്ളത്. ഈ വർഷത്തെ കേസ് പറയുകയാണെങ്കിൽ CPO ഒരു എക്സാം വന്നപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഇപ്പോഴേ. ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. അപ്പോൾ ഇനി സിലബസിൻ്റെ കേസ്, മാത്സിൻ്റെ സെക്ഷൻ വരുമ്പോൾ 2 സെക്ഷനാണ് വരുന്നത്. ഒന്ന് അരിത്തമെറ്റിക് സെക്ഷനും ഒന്ന് അഡ്വാൻസ്ഡ് സെക്ഷനും. അരിത്തമെറ്റിക് സെക്ഷൻ്റെ കേസ് ആണെങ്കിൽ ഇത് മുതൽ നമ്മുടെ പെർസെൻറ്റേജ് തൊട്ട് ഓൾമോസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് വരെയുള്ള സെക്ഷൻ അരിത്തമെറ്റിക്കിൻ്റെ കേസും, ഈ നമ്പർ സിസ്റ്റം ടു ഈ ജോമെട്രി ആൾജിബ്ര വരെയുള്ള സെക്ഷൻ അഡ്വാൻസ്ഡ് മാത്സും ആണ് വരുന്നത്. ഇനി നമ്മുടെ ട്രെൻഡിങ് 2025 എക്സാം വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൽ വെയിറ്റേജ് കൊടുക്കാനുള്ള പോർഷൻസ് കൂടുതലുണ്ട്. അതായത് മെൻസ്ട്രേഷൻ്റെ പോർഷൻ വെയിറ്റേജ് കൂടുതലുള്ള പോർഷനാണ്. കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ എക്സാമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹാർഡ് വർക്കിനെക്കാട്ടിലും ബെറ്റർ എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കായിരിക്കും. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മെൻസ്ട്രേഷൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി റീസണിങ്ങിൻ്റെ കേസ് വരികയാണെങ്കിൽ നമ്മുടെ ട്രെൻഡിങ് നോക്കി നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ലെവല് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. ഇനി വരുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് അല്പം ഹയർ ലെവലായിരുന്നു. അതായത് ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അത് നമുക്ക് തന്നിട്ടുള്ള ടൈമിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ SSC മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടൈം കുറച്ച് കൺസ്യൂമിങ് ആയിരിക്കും. ഇനി റീസണിൻ്റെ കേസിൽ എടുത്തു പറയുകയാണെങ്കിൽ ഈ വർഷം, അതായത് 2025 ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സെക്ഷൻ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഡേ ടു ഡേ ലൈഫിലുള്ള സൈക്കോളജി അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകുകയും വേണം. എക്സാംസ് മോസ്റ്റ് ഓഫ് നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും അല്ലേ. ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് പറ്റുന്ന ടൈമിലൊക്കെ ന്യൂസ് പേപ്പർ വായിക്കുക, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തിലൊക്കെ എഡിറ്റോറിയൽ വായിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഇതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ഉള്ളൂ. ഇനി ഇംഗ്ലീഷിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ സിനോണിംസ് പഠിച്ചാൽ മതിയാകും. ആൻറ്റോണിംസ് ഞാൻ പ്രിഫർ ചെയ്യാറില്ല നോർമലി. ഇനി നമ്മുടെ 2025 എക്സാം അനാലിസിസ് വെച്ചാണെങ്കിൽ മിസ്സ്പെൽറ്റ് വേർഡ് ഒരല്പം കട്ടിയായിരുന്നു 2025. അപ്പോൾ നിങ്ങൾ അതിന് കുറച്ച് ടൈം യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറയുന്നു.
ഇനി ജനറൽ അവയർനെസ്സിൻ്റെ കേസിൽ കറണ്ട് അഫയേഴ്സ് ആണ് മെയിൻ സെക്ഷൻ. കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്ക്, ഈ 2 സെക്ഷനാണ് മെയിൻ. ഇത് രണ്ടും കൂടുതൽ ടൈം യൂസ് ചെയ്ത് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കുറേയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബാക്കിയുള്ള പോർഷനിൽ നോക്കുകയാണെങ്കിൽ എക്കണോമിയും പൊളിറ്റിയും 2025 എക്സാംസിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്ക്, പിന്നെ എക്കണോമി ആൻഡ് പൊളിറ്റി. ഇനി സ്ട്രാറ്റജിക്കയുടെ കേസിൽ എടുത്തു പറയുകയാണെങ്കിൽ ആർട്ട് ആൻഡ് ഫെസ്റ്റിവൽ പഠിക്കണം. പിന്നെ BNSന്റെ സെക്ഷൻ, അതായത് ന്യായ സംഹിതയുടെ സെക്ഷൻ നിങ്ങൾ നോക്കണം. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ സെക്ഷൻ നോക്കണം. പിന്നെ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കീംസ് നോക്കണം. ഇത്രയും കാര്യം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടിന്യൂസ് ശ്രദ്ധിക്കാനും അത് റിവൈസ് ചെയ്യാനും നോക്കണം. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഈ സെക്ഷനിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ സിലബസ് ടയർ 1ൻ്റെ സിലബസിലുള്ള കാര്യവും ആണ് ഞാനിവിടെ പറഞ്ഞതെന്ന് പറയാൻ പറ്റുന്നില്ല. അതായത് ഇത് ടയർ 2ന് സെയിം സിലബസാണ് വരുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ ലെവൽ ഒരു അല്പം ഹയർ ആയിരിക്കും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ടയർ 2 എക്സാം പാറ്റേൺ ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മാത്സിൻ്റെ സെക്ഷൻ QAയുടെ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ QAയുടെ സെക്ഷനകത്ത് നമ്മൾ ടയർ 2ൻ്റെ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ക്രെഡിറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നതൊക്കെ അറിയാം അല്ലേ. ഒരു ക്രെഡിറ്റ് കൂടുതലാണെങ്കിൽ ആ വിഷയം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ടയർ 2ൻ്റെ എക്സാമിൻ്റെ കേസിൽ നമ്മൾ ആ ക്രെഡിറ്റ് സിസ്റ്റത്തെ നമ്മൾ അനാലിസിസ് ചെയ്ത് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തതുപോലെ തന്നെ മാത്സിൻ്റെ സെക്ഷനിൽ 23% നമുക്ക് വെയിറ്റേജ് ഉണ്ട്. റീസണിങ്ങിൻ്റെ കേസിലും 23% വെയിറ്റേജ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കേസിൽ 35% വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കേസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, മോക്ക് ചെയ്യുക. വേറെ ആപ്സ് ഉണ്ട് അല്ലേ, നമ്മുടെ കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഡേ ടു ഡേ ലൈഫിൽ ഡേ ബൈ ഡേ അപ്ലോഡ് ചെയ്യുന്ന ആപ്സ് ഉണ്ട്. അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുണ്ട്, യൂസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ദിവസം ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ നിങ്ങൾ ചെയ്തു പോവുക. അതായത് നമ്മുടെ ടയർ 2 എക്സാം, നിങ്ങൾ ടയർ 1 ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ടയർ 2 എക്സാമിന് കേസ് വരുമ്പോൾ 35% ഇംഗ്ലീഷ് ആണ് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ജനറൽ അവയർനെസ് 19% മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ ഏതിനാ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതിനാ വെയിറ്റേജ് കുറച്ച് നമുക്കൊന്ന് ടൈം യൂസ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി പറയുന്ന കേസാണെങ്കിൽ സെക്ഷൻ 2 ഉണ്ട് ടയർ 2 എക്സാമിന്. അപ്പോൾ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ക്വാളിഫൈ ഇൻ നാച്ചുറലാണ് ടെസ്റ്റ് നിൽക്കുന്നത്. അതായത് അതിന് പ്രത്യേകിച്ച് കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് നിങ്ങൾ പാസ് ചെയ്താൽ മതിയാവും. ഇനി ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റിൻ്റെ കേസ്. അപ്പോൾ സ്പീഡ് ടെസ്റ്റിൻ്റെ കേസ് ആണെങ്കിൽ ക്വാളിഫയിങ് ആണ്, പക്ഷേ ഇനി നമുക്ക് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2025 എക്സാം കഴിഞ്ഞാൽ മാത്രമേ അതെങ്ങനെയാണെന്ന് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വരുന്ന കേസ് ഇവിടെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞ JSO ഒരു പോസ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ പോസ്റ്റ്. ഈ 2 പോസ്റ്റിലും നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പേപ്പർ ഉണ്ട്. അതാണ് ടയർ 2 പേപ്പർ 2 ആയിട്ട് ഇവിടെ വരുന്ന ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ ഈ എക്സാം പാസ്സായാൽ മാത്രമേ ഈ 2 പോസ്റ്റിലോട്ട് നമ്മൾ ഇത് ചെയ്യത്തുള്ളൂ, അപ്പോയിന്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ എക്സാമിൻ്റെ കാര്യം അതായി ഇവിടെ വരുന്നത്. സോറി, എൻ്റെ പേപ്പർ ചേഞ്ച് ആയിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് കേസ്. അപ്പോൾ ഇതുവരെയുള്ള എക്സാമിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു, സിലബസ് പറഞ്ഞു, സിലബസിനകത്ത് വെയിറ്റേജ് വരുന്ന പോർഷൻ പറഞ്ഞു. ഇനി ഞാൻ ഇതുവരെ സ്കിപ്പ് ചെയ്തൊരു പോർഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ എക്സാം വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന കാര്യമുണ്ട്. അതായത് 1/4 ഓഫ് ദ ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കും. അതായത് 4 റോങ് ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പം തന്നെ
നിങ്ങൾ അക്യുറസി നിങ്ങൾ പെർസെൻറ്റേജ് നോക്കത്തില്ലേ, പെർസെൻറ്റേജ് നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇത്രയും ടൈമിനുള്ളിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരാതെ നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ SSCയുടെ എക്സാമിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ. ഇനി നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് വെച്ചിട്ട് വേണം നമ്മുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. ആ ടൈം ടേബിളിൻ്റെ ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കാം. അതായത് 2025, 24 ഈ 2 വർഷം SSC നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത്, അവരുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് അവർ ആഡ് ചെയ്തത്, ഇതൊക്കെ വെച്ചിട്ട് ഒരു അനാലിസിസ് വെച്ചിട്ട് ഞാൻ എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുകയാണ്. അത് ഏപ്രിലിൽ നമ്മളെ നോട്ടിഫിക്കേഷൻ വരും. ഓൾമോസ്റ്റ് ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരും. ആപ്ലിക്കേഷൻ ഡേറ്റ് ഏപ്രിൽ തൊട്ട് ഏകദേശം 30 ദിവസം വരെ ആപ്ലിക്കേഷൻ ഡേറ്റ് നിൽക്കും. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേയ്സ്. എക്സാം ഡേറ്റ് ഓൾമോസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് വരുമ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് കാണും. അതായത് ഓഗസ്റ്റ് മാസം എക്സാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോൾ ജനുവരി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു 5 മാസം ഉറപ്പായിട്ടും കാണും അല്ലേ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ടൈം ടേബിൾ എടുക്കുമ്പോൾ ഒരു 5 മാസത്തേക്കുള്ള ടൈം ടേബിൾ ഇപ്പോഴേ ഫിക്സ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ടയർ 2ൻ്റെ എക്സാം ഡേറ്റ് ഓൾമോസ്റ്റ് ഒക്ടോബർ ടു ഡിസംബർ കാണും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളിപ്പോൾ ടയർ 1ൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്താൽ മതി. ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടയർ 2 ക്വാളിഫൈ ആവാൻ പറ്റും. ഇനി എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് ഓൾമോസ്റ്റ് ഒക്ടോബർ ആയിരിക്കും. ഇപ്രാവശ്യം റിസൾട്ട് വന്നാൽ ഡിസംബർ ആയില്ലേ. അതായത് ഇഷ്യൂസ് എല്ലാം ഉള്ളത് കൊണ്ടാണ്, ഡിലേ ഇടയ്ക്ക് വന്നതുകൊണ്ട് ലേഗ് ആയത്. അപ്പോൾ അടുത്ത വർഷം ഓൾമോസ്റ്റ് ഒക്ടോബർ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ടയർ 2 എക്സാം ഡേറ്റ് ജനുവരി ടു ഫെബ്രുവരി 26 അല്ല കേട്ടോ, 2027 ജനുവരി ഫെബ്രുവരി ടൈമിൽ നമുക്ക് ടയർ 2ൻ്റെ എക്സാം റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസിസും നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങുക, മാക്സിമം എഫേർട്ട് എടുക്കുക. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മാക്സിമം വാക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.